ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ. ഞാനിന്ന് ഒരു അടിപൊളി ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ? ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 3 കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ 2 സവാള, പിന്നെ ഞാൻ ചിക്കൻ ബ്രസ്റ്റ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് അടുപ്പിൽ വെച്ച് നമുക്ക് നല്ലവണ്ണം വേവിച്ചെടുക്കാം. ഇനി നമുക്ക് പൊട്ടാറ്റോ വേവിച്ചെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് പൊട്ടാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ നല്ലവണ്ണം വേവിച്ചെടുക്കാം. കട്ട്ലറ്റിന് ആവശ്യമായ സാധനങ്ങളെല്ലാം ഞാൻ നല്ലപോലെ ചെറുതായി അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും 2 മുട്ടയും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ചിക്കൻ വേവിച്ചെടുത്ത ശേഷം അത് നമ്മുടെ ചോപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൊട്ടാറ്റോ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഈ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഇവ നല്ലവണ്ണം വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുത്ത് വീണ്ടും ഒരു 10 മിനിറ്റ് നേരം നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ പരുവമാകുന്നത് വരെ അത് വഴറ്റിയെടുക്കുക. ഇത് വഴന്നു വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇവയെല്ലാം ചേർത്ത് നല്ലവണ്ണം അതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലവണ്ണം വഴറ്റിയെടുക്കുക. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമ്മുടെ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കാം. ഈ മിക്സിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇട്ട് കൊടുത്ത് നല്ലപോലെ വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ മിക്സ് നല്ലവണ്ണം തണുത്ത ശേഷം നമുക്ക് ഒരു കൈ വെച്ച് ഉരുളകളാക്കിയ ശേഷം മറു കൈയിൽ വെച്ച് അത് പരത്തിയെടുക്കുക. പല ഷേപ്പിൽ നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് പരത്തിയെടുക്കാൻ പറ്റും. പരന്ന് കഴിയുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് ആ പൊട്ടലുകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. റൗണ്ട് ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ ഒക്കെ നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ ചിക്കൻ കട്ട്ലറ്റ് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് ഈസി ആയിരിക്കും. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതെടുത്ത് ആദ്യം മുട്ടയിലേക്ക് മുക്കി പിന്നെ ബ്രെഡ് ക്രംസിലോട്ടിട്ട് നല്ലവണ്ണം കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത ശേഷം നമുക്ക് ഇത് നല്ലവണ്ണം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം.
ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് ആദ്യം മുട്ടയിൽ മുക്കി പൊക്കിയ ശേഷം നമുക്ക് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം. കട്ട്ലറ്റിൻ്റെ ഒരു സൈഡ് നല്ല ബ്രൗൺ പരുവമാവുമ്പോൾ തിരിച്ചിട്ട് മറു സൈഡും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ലോ ടു മീഡിയം ഹീറ്റിൽ ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഉള്ളു വേവുമോ വേവില്ല എന്നുള്ള പേടി വേണ്ട. നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൊട്ടാറ്റോയും വേവിച്ചെടുത്തതാണ്. നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ് ഇപ്പോൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഈവനിങ് സ്നാക്സ് ആണ്. ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചിക്കൻ കട്ട്ലറ്റൊക്കെ ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട്. നമുക്ക് ഇത് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് സള്ളാസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് സവാള, പച്ചമുളക്, കറിവേപ്പില നല്ലവണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലവണ്ണം കൈ ഉപയോഗിച്ച് അതിനെ ഞെരടിയെടുക്കണം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഇളക്കുക. നാട്ടിലൊക്കെ നമ്മൾ കട്ട്ലറ്റിന് സള്ളാസാണ് കൂടെ നമ്മൾ കഴിക്കാറുള്ളത്. ഇതിലേക്ക് ഞാൻ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സള്ളാസിൻ്റെ കൂടെയോ സോസിൻ്റെ കൂടെയോ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കണേ. അപ്പം വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി. ടേക്ക് കെയർ. ബൈ.